മൊബൈൽ ഫോണിലെ നെറ്റ് തീർന്നോ? ഇനി നെറ്റ് തീർന്നാൽ അങ്ങാടിപ്പുറത്തുകാർക്ക് പണം ചിലവാക്കി നെറ്റ് കയറ്റേണ്ടി വരില്ല. സൗജന്യ വൈഫൈ സംവിധാനം ഒരുക്കാനൊരുങ്ങുകയാണ് അങ്ങാടിപ്പുറം പഞ്ചായത്ത്. പൊതുജനങ്ങൾക്ക് പൊതുയിടങ്ങളിൽ സൗജന്യമായി വൈഫൈ സംവിധാനം ഒരുക്കുന്ന പദ്ധതി ഉൾപ്പെടെ നിരവധി പദ്ധതികളുമായി അങ്ങാടിപ്പുറം പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. ഭവന പദ്ധതികൾക്ക് ഊന്നൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു വ്യത്യസ്തമായ പദ്ധതി വയോജന പാർക്ക്, ഒരു വയോജന മന്ദിരം അങ്ങാടിപ്പുറം പഞ്ചായത്ത് നടപ്പാക്കാൻ പോവുകയാണ്. പിന്നെ എല്ലാ വാർഡുകളിലും ഓപ്പൺ ജിമ്മ് നടപ്പാക്കാൻ പോവുകയാണ്. അതിൽ ഈ വയോജന മന്ദിരം നമുക്ക് ഇത് കിട്ടുമ്പോൾ, നമ്മൾ നടപ്പാക്കുമ്പോൾ ഈ കേരളത്തിൽ തന്നെ മാതൃകയാവുന്ന വിധത്തിലുള്ള ഒരു പദ്ധതിയാവും. കാരണം ഒരു ഹാപ്പിനെസ് പാർക്ക് ഒക്കെ ഉള്ളൊരു പദ്ധതിയാണ് തുടക്കം കുറിക്കാൻ പോകുന്നത്. ഒരു വ്യത്യസ്തമായ ഒരു പദ്ധതിയാണ്. കാർഷിക മേഖലയെ അങ്ങാടിപ്പുറം പഞ്ചായത്ത് കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ എപ്പോഴും പരിഗണിക്കുന്നതാണ്. അതൊക്കെ അതേപടി നമ്മൾ പരിഗണിച്ചിട്ടുണ്ട്. ആ മേഖലയിലും റോഡ് ഇതിലൊക്കെ മുൻഗണന നൽകിയിട്ടുണ്ട്. ഈ ടൗൺ നവീകരണത്തിന് വല്ല പദ്ധതികളും ടൗൺ നവീകരണത്തിന് നമുക്കിത് അംഗീകാരം ഇതുവരെ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ നമ്മളത് അംഗീകാരം ലഭിച്ച ശേഷം അത് നമ്മൾ ഭേദഗതി വരുത്തി നമ്മളത് പദ്ധതി ഉൾപ്പെടുത്തും. മാലിന്യ മേഖലയെ വലിയ മാറ്റം കൊണ്ടുവരും. നിരവധി വികസന പദ്ധതികൾ ഉൾപ്പെടുത്തിയാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടും വിധം പൊതുയിടങ്ങളിൽ സൗജന്യ വൈഫൈ സംവിധാനം ഒരുക്കുക, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികളുടെ വീടുകളിലും പഞ്ചായത്തിന്റെ ഘടക സ്ഥാപനങ്ങളിലും സൗജന്യ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തുക തുടങ്ങി ഗതാഗത സംവിധാനം സുഗമമാക്കുന്നതിന് 13 കോടി രൂപയും പാവപ്പെട്ടവർക്ക് പുനരധിവാസം ഉറപ്പുവരുത്തുന്നതിന് 12 കോടി രൂപയും കാർഷിക അനുബന്ധ മേഖലകൾക്ക് 4.5 കോടി രൂപയും സമ്പൂർണ്ണ ശുചിത്വത്തിന് 2 കോടി രൂപയും വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും 1.72 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. 84.95 കോടി രൂപ വരവും 84.74 കോടി രൂപ ചിലവും 21.41 ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് മുബീന തസ്നിം ബജറ്റ് അവതരിപ്പിച്ചു. സെക്രട്ടറി സുഹാസ് ലാൽ തുടങ്ങിയവരും പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്. Jam June Hypermarket, exceeding expectations.